ഹായ് ഡിയേഴ്സ്, ഇന്നൊരു സൺഡേ ആണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞാൻ ഷോപ്പിങ്ങിന് പോകാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഷോപ്പിങ്ങിന് പോകുന്ന കുറച്ച് വീഡിയോസൊക്കെ കണ്ടാലോ? വലുതായിട്ടൊന്നും കാണില്ല, എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാം. ഞാൻ ചാടി ഇറങ്ങുന്ന കണ്ടപ്പോൾ മനു കരുതിയതേ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലെവിടെയോ പോകാനാണെന്നാണേ. ഞാൻ ഹെൽമെറ്റും എടുത്ത് വെച്ചിറങ്ങി നിന്നപ്പോൾ മനു ചോദിക്കുന്നു, നീ ഇതെവിടെ പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നതെന്ന്. അന്നേരമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കരുനാഗപ്പള്ളിയിലാണ് പോകുന്നത്, ചോയ്സിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണെന്ന് കേട്ടോ. അപ്പം മനു കരുതി എന്തായാലും പറഞ്ഞതല്ലേ, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനായിരിക്കും എന്ന് കരുതി ചോയ്സിലോട്ട് കൊണ്ടുപോയി കേട്ടോ. ദേ കരുനാഗപ്പള്ളിയുടെ ഒരു അവസ്ഥ കണ്ടില്ലേ എൻ്റെ അമ്മോ. കരുനാഗപ്പള്ളി മാത്രമല്ല, ഇപ്പോൾ എല്ലായിടവും ഇങ്ങനെയൊക്കെ കിടക്കുമായിരിക്കും. ഇനി എന്നായിരിക്കും ഇതൊക്കെ ഒന്ന് ഫുള്ള് പണി കഴിഞ്ഞ് റെഡിയാകുന്നതല്ലേ. ചോയ്സിലെത്തിയപ്പോഴോ സാധനങ്ങൾ പറക്കാനായിട്ട് ഞാനൊരു പാട്ടയൊക്കെ എടുത്ത് ഇറങ്ങി കേട്ടോ. സത്യം പറയട്ടെ, എനിക്ക് വലുതായിട്ടൊന്നും വാങ്ങിക്കാനില്ലെന്നേ. അല്ലുവിനൊരു സ്നാക്സ് വാങ്ങണം, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, തേങ്ങ, അങ്ങനെയൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. മൊത്തത്തിലൊരു 3-4 കൂട്ടം സാധനങ്ങൾ. പിന്നെ അവിടെ ചെന്നപ്പോൾ ചുമ്മാ കണ്ണി കാണുന്ന കണ്ടകടച്ചാണ് സാധനങ്ങളൊക്കെ നമ്മൾ പറക്കിയെടുക്കുമല്ലോ. അവിടെ കണ്ട എല്ലാ സാധനവും വെറുതെ നോക്കി ഇങ്ങനെ കറങ്ങി നടന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് മനു ആ സത്യം തിരിച്ചറിയുന്നത്. എനിക്ക് വലുതായിട്ടൊന്നും വാങ്ങാനില്ല, ആകെ ഒരു തേങ്ങയോ 1-2 പച്ചക്കറികളും പിന്നെ അല്ലുവിനൊരു സ്നാക്സും. അതുമാത്രം വാങ്ങാനാണ് ഞാൻ വന്നതെന്ന നഗ്ന സത്യം അവിടെ ചെന്നപ്പോഴാണ് മനുവിനോട് പറയുന്നത്. മനു ആകെ ഞെട്ടിപ്പോയി കേട്ടോ. ഈ 2 സാധനം വാങ്ങാനാണ് നീ ഇത്രയും കിലോമീറ്റർ പെട്രോളും കളഞ്ഞ് ഇവിടെ വരെ വന്നേന്നേ. ഞാൻ പറഞ്ഞു, മനു എപ്പോഴും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്നൊക്കെയല്ലേ മേടിക്കുന്നത്, ഇടയ്ക്ക് നമ്മളിങ്ങനെ ചേഞ്ചിനൊക്കെ വരണമെന്നേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അധികം മനുവിൻ്റെ മുഖത്തോട്ട് നോക്കാൻ നിന്നില്ല കേട്ടോ. ഞാനോരോ സാധനമൊക്കെ പറക്കി നടന്നു. ഞാൻ തേങ്ങയൊക്കെ എടുക്കുന്നുണ്ട്, എന്താ ഭയങ്കര അറിയാവുന്ന ആൾ തേങ്ങയൊക്കെ എടുക്കുന്നതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഒത്തിരി തവണ പണി കിട്ടിയിട്ടുണ്ടേ, അതുകൊണ്ടിപ്പോൾ തേങ്ങയൊക്കെ കുലുക്കിയാണ് എടുക്കാറുള്ളത്. അങ്ങനെ തേങ്ങ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് അവിടെ മധുരക്കിഴങ്ങ് കിടക്കുന്നുണ്ടത്. അങ്ങനെയൊന്നും പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തൊന്നും പോയതൊന്നും അല്ല, പക്ഷെ മധുരക്കിഴങ്ങ് കിടക്കുന്ന കണ്ടപ്പോൾ എടുത്തു കേട്ടോ. നല്ല മധുരമുള്ളതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണല്ലോ അത് കഴിക്കാൻ. പിന്നെ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ആണെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല, എങ്കിലും കുറച്ച് എടുത്തു കേട്ടോ. ഇത്ര വെജിറ്റബിൾസേ ഞാൻ എടുത്തിട്ടുള്ളൂ, ഒന്നുമില്ല. കുറച്ച് തേങ്ങ, കുറച്ച് ക്യാരറ്റ്, കുറച്ച് ഈ മധുരക്കിഴങ്ങ്, വേറെ ഒന്നും മേടിച്ചില്ല കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ വീണ്ടും തിരിച്ച് ഞങ്ങളുടെ വീടിനടുത്ത് വന്നു. വീടിനടുത്തത് ഇവിടെയാണ് വന്നത്, ടീസില്ല. ഇതൊരു പുതിയ കടയാണ് കേട്ടോ. വീടിനടുത്ത്, ഞങ്ങളുടെ വീടിന് കുറച്ച് അപ്പുറത്തൊരു ജംഗ്ഷനിൽ തുടങ്ങിയൊരു പുതിയ കടയാണ്. ഭയങ്കര റീസണബിളായിട്ടുള്ള റേറ്റിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ പഴംപൊരിക്കും ബീഫിനും തന്നെ 60 രൂപയുള്ളൂ. പക്ഷേ ആ 60 രൂപയാണെന്ന് കരുതി ഇതിൻ്റെ ക്വാളിറ്റിയിലും ടേസ്റ്റിലും ഒന്നും അവർ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടുത്തെ എല്ലാ സാധനങ്ങളും, മൊമോസ് ഉണ്ട്, ബർഗറുണ്ട്, ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ ഒരു കട്ടനും മേടിച്ചു. ഞാനൊരു കട്ടൻ ഫാനൊന്നും അല്ല, എങ്കിലും പഴംപൊരിയും ബീഫും കഴിച്ചപ്പോൾ പിന്നെ ഒരു കട്ടനും കൂടി ആയാൽ ഒരു രസമല്ലേ എന്ന് കരുതിയേ. അവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്തിറങ്ങി വേറെ എവിടോട്ടും പോയില്ല. അങ്ങനെ ഒരു സൺഡേ കറക്കമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു വീഡിയോ ഇട്ട് വരും വരെ ബൈ.